നമ്മുടെ നാട്ടിൽ ഈ നന്മമര സ്റ്റാറ്റസ് കിട്ടാൻ ചില എളുപ്പ മാർഗങ്ങളുണ്ട്. അതായത് ചില പ്രത്യേക മതവിഭാഗത്തിൽ ജനിക്കുക, സ്വന്തമായിട്ട് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കുക, പിന്നെ നാട്ടുകാരെ കയ്യിൽ നിന്ന് കാശ് പിരിച്ചിട്ട് നന്മ ചെയ്യുക. പിന്നെ പണ്ട് എപ്പോഴെങ്കിലൊക്കെ ചെറിയ പ്രതികളൊക്കെ ആയിരിക്കണം, വല്ല മാലമോഷണ കേസോ അതും അല്ലെങ്കിൽ വല്ല ഉടായ്പൊക്കെ നടത്തിയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ നന്മമരം സ്റ്റാറ്റസ് പെട്ടെന്ന് കിട്ടി. ഈ അടുത്ത നന്മമരം സ്റ്റാറ്റസ് കിട്ടിയ ഒരാളാണ് മനാഫ്. പുള്ളിയുടെ നന്മയുടെ ആധിക്യം കൂടിയിട്ട് പുള്ളി നേരെ ധർമ്മസ്ഥലയിലേക്ക് വെച്ചു പിടിച്ചു ശവം തോണ്ടിയെടുക്കാൻ. അവസാനം ഒന്നും തോണ്ടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അണ്ണൻ പറയുന്നത് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ്, കൊടുത്ത മൊഴികളെല്ലാം വ്യാജമാണ്. ഇവനെ ഇന്റർവ്യൂ ചെയ്ത കേരളത്തിലെ മാപ്രകളോടാണ് എനിക്ക് പറയുന്നത്, നിനക്ക് നാണോമാനം ഉണ്ടെങ്കിൽ ധർമ്മസ്ഥലയിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? മയക്കും പൊക്കി പിടിച്ചൊക്കെ നീക്കി എത്ര ദിവസം അവിടെ പോയി കിടന്നു? നിനക്കൊക്കെ നല്ല ഫണ്ട് വരുന്നുണ്ടല്ലേ? ഇല്ലെങ്കിൽ നീയൊക്കെ ഈ നാണക്കെട്ട പരിപാടിക്ക് നിൽക്കും. ആ സ്ഥലത്തെ പറ്റി ഇതുവരെ നടന്ന അഭ്യൂഹങ്ങളെല്ലാം കള്ളമാണെന്ന് വരികയും അതെല്ലാം കെട്ടിച്ചമച്ച് നടന്നു വരികയും വൻ ഗൂഢാലോചന നടന്നു എന്ന് വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സൈലന്റ് ആയി, നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾ വാ തുറക്കുന്നില്ല. കേരളത്തിലെ മാപ്രകൾ ഒരു തൊലിക്കെട്ടി, ജനാധിപത്യത്തിന്റെ നാലാം തൂണ്. അഴുകപ്പൂല്.